എല്ലാവർക്കും നമസ്കാരം. വരിക്കച്ചക്കപ്പഴം കൊണ്ട് വളരെ രുചികരമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു റാഗി പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്കറിയാം എന്ന് വിചാരിച്ച് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം നിങ്ങൾക്ക് ഇതിൽ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ഈ പുട്ട് കുഴയ്ക്കുന്നത്. വെറും ചക്കപ്പഴം വച്ചിട്ട് മാത്രമാണ് ഇത് ഞാനിപ്പോൾ കുഴച്ച് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം തയ്യാറാക്കാൻ, ഇല്ലെങ്കിൽ നിങ്ങളുടെ മാവ് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നല്ല രുചിയാണ്. ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ രുചി എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാൻ ഇതിലേക്ക് 1 കപ്പ് റാഗിപ്പൊടി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പൊടിച്ചെടുത്ത റാഗിപ്പൊടിയിലാണ് ഞാൻ ഈ പുട്ട് തയ്യാറാക്കുന്നത്. അതുപോലെ 1/2 കപ്പ് ചോളപ്പൊടിയും എടുത്തിട്ടുണ്ട്. ചോളപ്പൊടി തികച്ചും ഓപ്ഷണലാണ്, ഉള്ളവർ ചേർത്ത് കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് ചോളപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൽ കുറച്ചുകൂടി വൈറ്റമിൻസ് കൂടും, അതുപോലെ രുചിയും കൂടും. മാഗ്നീഷ്യം, ഫോസ്ഫറസ് ഇതെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ചോളപ്പൊടിയിൽ. ഉള്ളവർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചക്ക വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ അളവൊന്നും എനിക്ക് പറയാൻ അറിയില്ല, കാരണം നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളനുസരിച്ചായിരിക്കും പുട്ട് തയ്യാറാക്കുക. അതുകൊണ്ട് നിങ്ങളുടെ മാവിന് അനുസരിച്ച് വേണം നിങ്ങൾ ചക്ക എടുക്കാനായിട്ട്. എത്ര ചക്കയായാലും നിങ്ങൾ നല്ലതുപോലെ അരിഞ്ഞ് വച്ചതിന് ശേഷം കുറേശ്ശെ ഇട്ട് നിങ്ങൾ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് കുഴഞ്ഞു പോകാതെയും വെള്ളം ഒട്ടും ചേർക്കാതെയും നമ്മൾ സാധാരണ പുട്ട് അവിക്കുന്നത് പോലെ നമുക്ക് പുട്ടിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ആദ്യം ഒരു 10 ചുളയുടെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ചെറിയ ചുളയായതുകൊണ്ട് 10 ചുള വളരെ കുനുകുനാന്ന് അരിഞ്ഞാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയിലിട്ടൊന്നും അരയ്ക്കരുത്. മിക്സിയിലിട്ട് അരച്ചെടുത്താൽ നമുക്ക് നല്ല രീതിയിലുള്ള മാവ് നല്ല രീതിയിൽ നമുക്ക് നനച്ചെടുക്കാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ കുഴഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുനുകുനാന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ചക്ക ഇതിൽ ഇട്ടിട്ടുണ്ട് എന്നൊന്നും അറിയത്തില്ല, ചക്ക കടിക്കാനും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ രണ്ടാമതും ഞാൻ അതേപോലെ 10 ചുളയാണ് മൊത്തം. ഞാൻ ഈ 1.5 കപ്പ് മാവിലേക്ക് 20 ചുളയാണ് അരിഞ്ഞ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ മാവിൻ്റെ അളവനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോഴും ആണ് ടേസ്റ്റ് ബാലൻസായി കിട്ടുക. നല്ലതുപോലെ നമ്മൾ പുട്ട് മാവ് നനച്ചതിന് ശേഷം കയ്യിലെ ഉള്ളിലൊന്ന് പിടിച്ച് നോക്കണം. അതൊരു ഉള്ളിൽ ഒതുങ്ങി വരികയാണെങ്കിൽ പുട്ടിൻ്റെ മാവ് റെഡിയായി എന്നുള്ളതാണ്. നമ്മുടെ കൈയുടെ മുട്ടിക്കുള്ളിൽ ഒതുങ്ങി വരണം, എന്നിട്ട് നമുക്ക് പിരിത്തിടാൻ പറ്റണം. അതാണ് കറക്റ്റ് മാവിൻ്റെ പരുവം. എന്നിട്ടൊരു 20 മിനിറ്റ് നിങ്ങൾ അങ്ങനെ അടച്ച് വയ്ക്കണം. അടച്ച് വെച്ചതിന് ശേഷം മാത്രം 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ പുട്ട് തയ്യാറാക്കൂ. ഈ 20 മിനിറ്റ് കൊണ്ട് മാവും നല്ലതുപോലെ കുതിർന്ന് ഇതിനുള്ളിൽ നല്ല മധുരമൊക്കെ പിടിച്ച് കുറച്ചുകൂടി മാവൊന്ന് പെരുവി വരും കുറച്ച് ആ 20 മിനിറ്റ് കൊണ്ട്. അതിനുശേഷം നമുക്ക് എങ്ങനെയാണോ പുട്ടവിക്കാൻ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണല്ലോ. വെള്ളം നല്ലതുപോലെ തിളച്ച് ആവി വന്നതിന് ശേഷം മാത്രം നമ്മൾ പുട്ട് നിറച്ച് വയ്ക്കുക. കുറച്ച് കൂടുതൽ തേങ്ങ തിരുവിയത് ഇട്ട് കൊടുക്കുക. ഒരു ഇളം തേങ്ങയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് കഴിക്കാൻ അവർക്കൊന്നും അറിയത്തേയില്ല നമ്മളിതിൽ ചക്കപ്പഴം ചേർത്തിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ ചക്കപ്പഴം സെപ്പറേറ്റ് ആയിട്ട് കടിക്കാനൊന്നും കിട്ടത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൂടി ഒരൽപ്പം ചുള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ അഭിപ്രായം. റാഗിപ്പൊടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഷുഗറൊക്കെ ഉള്ളവർക്ക് റാഗിപ്പൊടി കുറച്ചുകൂടി നല്ലതായിരിക്കും. അതുപോലെ ഹെൽത്തിനും വളരെ നല്ലതാണ്. യാതൊരു വിഷാംശവും ഇല്ലാത്ത ഈ ചക്ക വെറുതെ പാഴിക്കളയാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി വീട്ടിലുള്ള എല്ലാവർക്കും കൊടുത്ത് ഈ മഴക്കാലം നല്ലതുപോലെ എൻജോയ് ചെയ്യുക കേട്ടോ. മഴക്കാലത്താണ് നമുക്ക് പുട്ടൊക്കെ കഴിക്കാനായിട്ട് കൂടുതലും ഇഷ്ടം തോന്നുന്നത്. നല്ല ചൂടോടെ ആവി പറക്കുന്ന പുട്ട് കഴിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ആണ്. അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് പറ്റുന്നവരൊക്കെ തയ്യാറാക്കി നോക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഒട്ടും മറന്നു പോകരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പികൾ ആയിട്ട് വരുന്നത് വരയ്ക്കും ടേക്ക് കെയർ. താങ്ക് യു. ബൈ ബൈ.